ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു പാക്കിംഗ് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. സോ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവുകയാണ്. ആൻഡ് എൻ്റെ ചേച്ചിയും ചേട്ടനും ഞങ്ങൾക്ക് പ്ലാൻ ചെയ്ത സർപ്രൈസ് പാടി. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇന്നാണ് ഡിപ്പാർച്ചർ. 9:55 നമ്മുടെ ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങും. ഇപ്പൊ 12:30 ആയി ഓൾറെഡി. ഞങ്ങൾ ഇപ്പോഴാണ് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങാൻ പോണത്. ആദ്യം തന്നെ ഡ്രസ്സ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ബാക്കി മേക്കപ്പ് സാധനങ്ങളിലേക്ക് കിടക്കാം. പിന്നെ വെയിറ്റ് എത്രത്തോളം ഉണ്ടാവും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഒന്ന് ഡ്രസ്സ് എടുത്ത് വെച്ച് നോക്കട്ടെ. ഇവരെല്ലാവരും ട്രോളി ബാഗ് ആട്ടോ വാങ്ങിച്ചത്. ഞാൻ ഇങ്ങനത്തെ ബാഗ് വാങ്ങിച്ചു. ബിക്കോസ് എനിക്ക് ആ ട്രോളി ബാഗിന്റെ ഒരു 1 കിലോ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ 1 കിലോ എനിക്ക് ഇവിടെ ലാഭിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഓരോ ദിവസത്തേക്കും ഓരോ ഡ്രസ്സൊക്കെ വെച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്രായോഗികമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം റൂമിൽ ചെന്നിട്ട് എന്തായാലും എല്ലാം കൂടെ വലിച്ചു വാരിട്ടിട്ട് എടുക്കേണ്ടി വരും. പിന്നെ തായ്ലൻഡ് ആയതുകൊണ്ട് ഞാൻ എല്ലാ ഡ്രസ്സും മാക്സിമം ഷോർട്ട് ഡ്രസ്സസ് ആണ് എടുത്തിരിക്കുന്നത്. എന്നെ ഇവിടെ ഇവരിതൊന്നും ഇടാനായിട്ട് സമ്മതിക്കില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും എന്നെ ഇതെല്ലാം ഇവരനുവദിച്ചിട്ടാണ്. പക്ഷെ അല്ല. അപ്പൊ ആ ഒരു അവസരം ഞാൻ മുതലാക്കുകയാണ്. ആക്ച്വലി 4 days ആണ് നമുക്ക് നമ്മുടെ ഐറ്റിനറി. അപ്പം അതിൽ കൂടുതൽ ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇടാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എടുത്തു വെക്കാം. അപ്പൊ ഞാൻ എൻ്റെ ഇന്നേഴ്സ് എല്ലാം ഓരോ സെറ്റ് ആയിട്ട് ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇനി ആക്ച്വലി മേക്കപ്പ് സാധനങ്ങളാണ് കൂടുതലും എനിക്ക് വെക്കാനുള്ളത്. കാരണം വലിയ ബോട്ടിൽസ് നമുക്ക് 100 ml ഒക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ചിലതൊക്കെ 400 ml സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് വേറെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ബോട്ടിൽസ് ചേച്ചി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ കുത്തി കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തെടുക്കാം. അങ്ങനെ ഇന്നാൾക്ക് ഇന്ന പ്രോഡക്റ്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എടുക്കുന്നു. ഡ്രസ്സെല്ലാം വെച്ച് ഇപ്പൊ എത്ര കിലോ ഉണ്ടോ ആവോ? വെയിറ്റ് ഇല്ലാത്ത തോന്നുന്നു. ഇവിടെ ഒരു കള്ളിയുണ്ട്. ടൂത്ത് ബ്രഷ്, പിന്നെ പെർഫ്യൂം, 2 പെർഫ്യൂം അല്ലെങ്കിൽ ഒരു പെർഫ്യൂം നിങ്ങളുടെ ആരുടെയെങ്കിലും വെച്ച എല്ലാം കൂടെ എന്റെ കുത്തിക്കിട്ടണ്ട. അച്ഛൻ്റെ വെക്കാല്ലേ കുറച്ച് പെർഫ്യൂം ഒക്കെ. അതാവുമ്പോ ഇച്ചിരി 1 കിലോ അച്ഛൻ്റെ ബാക്കിയുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഞാൻ ആക്ച്വലി ഷൂ ആണ് ഇടുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോ നമുക്ക് ബീച്ചിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി ഒരു ചപ്പലൂടെ എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത്രയും വലിയ തൊപ്പിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇത് ആക്ച്വലി തൊപ്പി വാങ്ങിച്ചത് ഞങ്ങൾ വെയിലത്ത് നടന്നു നോക്കിയായിരുന്നു. അപ്പൊ ഒട്ടും തന്നെ വെയിലടിക്കുന്നില്ല. നല്ലൊരു തൊപ്പിയാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഞാൻ മടക്കി കുത്തി കയറ്റും. സാധനങ്ങളാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് വെക്കാനുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കുട്ടി ബാഗ് കൂടെ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. പാസ്പോർട്ടും കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കാൻ. ഇതിൽ വെക്കാല്ലേ നമുക്ക് പെർഫ്യൂം. ഓക്കെ, ഒരു പഞ്ചസാര പാത്രം വെച്ചാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. ഇതിപ്പം ഇതൊരു 60 grams ഉണ്ട് കേട്ടോ. 80 ഇത് 80 grams ഉണ്ടേ. ഇങ്ങനെ വെച്ചാ ജസ്റ്റ്. അയ്യേ 350. അപ്പോഴും 350 ആയിട്ടുള്ളൂ. അമ്മീനിടൽ. ബാക്കി ഇനി നമുക്ക് എന്റെ കുറച്ച് കമ്മൽ, വള, മല, ഈ ജാതി സാധനങ്ങൾ എടുത്ത് വെക്കണം. സോ ഐ തിങ്ക് ആദ്യം നമുക്ക് ഇതെടുത്ത് വെക്കാം, കമ്മലൊക്കെ. അതിനുവേണ്ടി ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു സാധനം വാങ്ങിച്ചു മീഷോന്ന്. ഇത് ആക്ച്വലി ഒരു ട്രാൻസ്പെറന്റ് ഇങ്ങനത്തെ കവറാണ്. ഇതിനകത്ത് നമുക്ക് ഓരോന്നും സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്കിങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് മെനക്കും വെക്കാം. കുറച്ച് ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരുമിച്ചിടാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇടാം. ആക്സസറീസ് എല്ലാം എന്താ ഇതുപോലെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാട്ടോ. ഇത് കൊള്ളാം. ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഞാൻ എവിടെയോ ഒരു റീല് കണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് പോയി വാങ്ങിച്ചതാണ്. നമുക്ക് കമ്മല് എല്ലാം ഇതുപോലെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാം. കലപില എന്നിടേണ്ട ആവശ്യമില്ല. പിന്നെ എന്റെ ലിപ്സ്റ്റിക് ആൻഡ് തിങ്സ്. എന്റെ ലിപ്സ്റ്റിക്, പിന്നെന്താ ഐബ്രോസ്, ലിപ് ബാം, ബ്ലഷ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ എന്താ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ മാക്സിമം ബോക്സ് അല്ല വെയിറ്റ് കുറച്ചാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഹാൻഡ് ക്യാരി മാത്രമേ എടുത്തിട്ടുള്ളൂ, ലഗേജ് എടുക്കുന്നില്ല. കാര്യം നമ്മൾ ഡയറക്റ്റ് ഫുക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഫുക്കറ്റിലേക്ക് നമുക്ക് കൊച്ചിയിൽ നിന്ന് ഓപ്പറേഷൻസ് ഡയറക്റ്റ് ഇല്ല, വരാൻ പോകുന്നേ ഉള്ളൂ. സോ ദാറ്റ് നമുക്ക് കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഹാൻഡ് ക്യാരി മാത്രം എടുത്തിട്ട് പോവാം. പിന്നെ നമുക്ക് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ടൈം അതെല്ലാം ഒഴിവാക്കാന്ന് വിചാരിച്ചു. സോ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഈ കുപ്പി പാട്ടകളിലേക്ക് പകർത്താൻ പോവാണ്. ഇത് സൺസ്ക്രീൻ ആണ്, ദെൻ ബോഡി ലോഷൻ, പിന്നെ ഇതെന്താ ഷാംപൂ, ഫേസ് വാഷ്. ഇത് തന്നെ ഇരുന്നാ മതി അല്ലേ? ഷവജലിൽ ഇത് തന്നെ ഇരുന്നാ മതി. പിന്നെ എന്റെ കുറച്ച് ബിഷസ്. ബുദ്ധിമുട്ടാണ്. നമുക്ക് ലേബലും കൂടി എഴുതി ഒപ്പിക്കേണ്ടി വരും. സൺ ലോഷൻ ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റി, കാരണം അതിലത്ര സ്യൂട്ട് ആവുന്നില്ല. അപ്പോ ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കുക. ഹലോ, അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പെട്ടിയെല്ലാം വണ്ടിയിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ടൈം ആയിരിക്കുകയാണ്. സോ ഞങ്ങളുടെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ആർ സോ എക്സൈറ്റഡ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. പെട്ടി പാക്ക് ചെയ്യുന്ന അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഞങ്ങൾക്ക് ടൈമില്ല. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് റെഡി ആയിട്ട് വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഫസ്റ്റ് റെഡി ആയി വന്നു ഗൈസ്. ഇനി നമുക്ക് എയർപോർട്ടിലെ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലെറ്റ് മീ ട്രൈ. പിന്നെ വെയിറ്റൊക്കെ ഒന്നുകൂടെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. എന്നിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.